ഓണത്തിന്റെ ആ സമയത്ത് നമ്മൾ മേടിച്ചതട്ടത് ഇവനെ, പക്ഷേ ഇവനെ വയറ്റിലാക്കാനുള്ള ഭാഗ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ ഇന്ന് അതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. 2 ആഴ്ച കൂടുതൽ വീട്ടിലിരുന്നോണ്ട് തന്നെ അവനൊരു കുഴപ്പമില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി. അടുത്ത എന്റെ ടെൻഷൻ ഏത് പാത്രത്തിൽ ഉണ്ടാക്കുന്ന ഓർത്തിട്ടാട്ടോ. എനിക്ക് ടെൻഷൻ അടിക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മതി കേട്ടോ. പാത്രം സെറ്റാക്കിയിട്ട് ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുന്നതായി ഓരോരുത്തരും വ്യക്തിപരമായി അറിയിച്ചു കൊള്ളുന്നു. പായസം ഇൻസ്റ്റന്റ് ആണെങ്കിലും ഞാൻ ഇവനെ കുറച്ച് ആഡംബരത്തോടു കൂടിയായിട്ട് വരവേൽക്കുന്നത്. പഞ്ചസാര ആദ്യം കാരമലൈസ് ചെയ്തതിനു ശേഷം 1 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് പാല് ചേർത്ത് കൊടുത്തു. ഞാനൊരു 3.5 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഈ പാലൊന്ന് വറ്റി നല്ലതുപോലെ കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേണ്ടി തന്നെയല്ലേ. പാല് നല്ല കുറാന്ന് കുറുകി വന്നപ്പോ സേമിയ ഇട്ട് കൊടുത്തു. അടിപിടിക്കാണ്ട് ഇളക്കണം, അത് മറക്കരുത് കേട്ടോ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അവസാനം ഞാൻ കുറച്ച് ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്ത് മധുരം നോക്കിയപ്പോ സെറ്റാണ്. അടിപൊളി ക്രീമി ടെക്സ്ചറുള്ള പായസം. ആദ്യത്തെ ഗ്ലാസിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എനിക്കും കുറച്ച് കൊതിയൊക്കെ വരുന്നുണ്ട്. ഞാനും പോയി കുടിക്കട്ടെ. ടാറ്റാ.